തന്നെയല്ല, സ്വന്തം ഭർത്താവിനെ കൺമുന്നി വെച്ച് അപമാനിച്ച ഒരു പെണ്ണ് സഹിക്കില്ല. ചതിയനെ ഇവനോട് ഒരു ദയം കാണിക്കാൻ പാടില്ല. എടുത്തി ഇറങ്ങിപ്പോടാ. ഇവിടെ നിന്ന് ഒന്നും മോഷ്ടിച്ചുകൊണ്ട് പോകാൻ വന്നതല്ല ഞങ്ങള്. എന്റെ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നതാ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. സ്നേഹ കൂടെ വരാൻ പറഞ്ഞപ്പോ ഞാൻ മറ്റൊന്നും ഓർത്തില്ല. ഇവളുടെ കൂടെ നേരെ ഇങ്ങ് പോന്നു. തെറ്റായിപ്പോയി. സോറി. പിന്നെ എന്റെ ഭർത്താവിനെ അപമാനിച്ചപ്പോ എല്ലാവർക്കും തൃപ്തിയായല്ലോ. നിനക്കെപ്പോ വേണമെങ്കിലും ഈ വീട്ടിലേക്ക് വരാം, ഇതിനകത്തോട്ട് കയറാം. പക്ഷേ അവൻ ഈ വീട്ടിനകത്തേക്ക് കയറാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കത്തില്ല. ഏത് പെണ്ണിനും അവളുടെ ഭർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. എന്റെ ഭർത്താവിന് കയറാൻ പറ്റാത്ത ഈ വീട്ടില് എനിക്കിനി കയറണ്ട. ഈ ലോകം എന്ന് പറയുന്നതേ ഈ വീടിന്റെ മതിൽക്കെട്ടിനകത്ത് മാത്രമുള്ളതല്ല. എന്തായാലും എന്റെ ഏട്ടന്മാർക്ക് എന്നോടുള്ള സ്നേഹം എനിക്കിപ്പോ മനസ്സിലായി. ഒരാളെ സ്നേഹിക്കുന്നതും വിവാഹം കഴിക്കുന്നതും ഇത്രയും വലിയ തെറ്റാണോ? ഇത്രയ്ക്ക് വലിയ ക്രൂരത നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങളീ കാണിച്ചത് വലിയ തെറ്റായിപ്പോയി. അച്ഛൻ നിർബന്ധിച്ചിട്ടാ അവര് വീട്ടിലേക്ക് വന്നത്. ധനുഷ് ചതിയനാണ്, സമ്മതിച്ചു. പക്ഷേ സ്നേഹം നിങ്ങളുടെ സഹോദരിയല്ലേ? അത് നിങ്ങൾ മറക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ ഈ വീട് വിട്ട് പോവാ. അച്ഛൻ ക്ഷമിക്കണം. എന്തൊക്കെയാ മോളെ ഇവിടെ നടക്കുന്നത്? ഞാൻ നിർബന്ധിച്ചിട്ടല്ലേ അവർ ഈ വീട്ടിലേക്ക് വന്നത്. ഇനിയും ഇവർക്ക് അവനോട് ക്ഷമിക്കാറായില്ലേ? അവർക്ക് എങ്ങനെയാ ക്ഷമിക്കാൻ കഴിയുന്ന അച്ഛാ? ഒരേ ഒരു പെങ്ങളല്ലേ അവരുടെ? അത് മാത്രം. ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവൾ ഇവിടെ നിന്നും പോയാ എനിക്കത് താങ്ങാൻ പറ്റില്ല. മോള് സ്നേഹയോട് സംസാരിക്കണം, അവരോട് പോകരുതെന്ന് പറയണം. ഞാൻ സംസാരിക്കാം. അതിനു മുൻപ് നന്ദേട്ടനോടും സന്ദീപിനോടും അച്ഛനൊന്ന് സംസാരിക്കണം. ധനുഷ് ചെയ്തത് തെറ്റാ. പക്ഷേ എന്ന് കരുതി സ്നേഹയ്ക്ക് സ്വന്തം ഭർത്താവിന് ജീവന. അച്ഛാ, എനിക്ക് എല്ലാരോടുമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിനെന്തിനാ അതിരെ ഒരു മുഖവുര? മോള് പറ. അത് വേറൊന്നുമല്ല അച്ഛാ, കുട്ടികളുടെ ചോറൂണ ചടങ്ങ് നടത്താനുള്ള സമയമായി. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അത് നമുക്ക് വലിയൊരു ചടങ്ങായി തന്നെ നടത്തണം. എല്ലാ ബന്ധുക്കളെ വിളിക്കുന്ന അച്ഛാ. ഓ, അതിന്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആവശ്യമുണ്ട്. ഇതുപോലുള്ള ചടങ്ങുകൾക്ക് മാത്രമാ ഇപ്പൊ ബന്ധുക്കളെയൊക്കെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നത്. അതുകൊണ്ട് ആ ചടങ്ങ് നമുക്ക് ആഘോഷമായി തന്നെ നടത്തണം. അതുപോലെ മോളെ. അതച്ഛാ,
എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്താ നിന്റെ ആഗ്രഹം? ചോറൂണ ചടങ്ങ് ഗുരുവായൂരിൽ വെച്ച് നടത്തണമെന്ന എന്റെ ആഗ്രഹം. എന്റെ മനസ്സിലും അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു. ഞാനത് സച്ചിനോട് പറയുകയും ചെയ്തതാ. പക്ഷേ വേണ്ട മോളെ, നമുക്കത് ഇവിടെ വെച്ച് തന്നെ നടത്താം. ഉം. എന്താ ചേച്ചി, അതിനിപ്പോ എന്താ ഇത്ര തടസ്സം? ഒന്ന് ഗുരുവായൂർ വരെ പോകേണ്ട കാര്യമല്ലേ ഉള്ളൂ. 2 കുട്ടികളുടെയും ചോറൂണ് നടത്തി നമുക്ക് തിരിച്ചു വരാം. ബന്ധുക്കൾക്കുള്ള റിസപ്ഷൻ ചടങ്ങ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് നടത്തിയാ പോരെ? അത് പോരെ അച്ഛാ? അതല്ല മോളെ, അച്ഛന്റെ അവസ്ഥ നമുക്കറിയില്ലേ. ഇത്രയും ദൂരം ഒന്ന് യാത്ര ചെയ്യാൻ അച്ഛനെ കൊണ്ട് പറ്റില്ല. അച്ഛൻ വരാതെ നമ്മൾ മാത്രം പോയി ഈ ചടങ്ങ് എങ്ങനെ നടത്താൻ പറ്റും? അത് സാരമില്ല മോളെ, ഞാനില്ലെങ്കിലും ചോറൂണ് നടക്കട്ടെ. നിങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹമല്ലേ. അത് വേണ്ട അച്ഛാ. ഇത് അച്ഛന്റെ പേരക്കുട്ടികളുടെ ചോറൂണ്. അപ്പോ ഈ ചടങ്ങ് അച്ഛനില്ല നടത്താനോ? അത് വേണ്ട. പേരക്കുട്ടികൾ പോലും കഷ്ടം. നിങ്ങളാരും എന്തൊന്നും പറയാത്തെ? അച്ഛന്റെ അസുഖത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അതിനെക്കുറിച്ച് ഇനി ഒരു ചർച്ച വേണ്ട. ആതിരയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വന്ന സ്ഥിതിക്ക് അത് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവൾക്ക് വിഷമാവും. നിങ്ങളെല്ലാവരും കൂടി പോയി ചോറൂണ് ചടങ്ങ് നടത്തിയിട്ട് വന്നാൽ മതി.